നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ രംഗം ഒരു ചരിത്ര പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23 ET വേൾഡ് ലീഡേഴ്സ് ഫോറത്തിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. രാജ്യത്ത് ആദ്യമായി യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്ന ഏറ്റവും അഭിമാനാർഹവും ശ്രദ്ധേയവുമായ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇതിലൂടെ ഇന്ത്യയുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഈ പദ്ധതി ഫ്രാൻസുമായുള്ള സഹകരണത്താലാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. രാജ്യം തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCAയ്ക്കായുള്ള എഞ്ചിനുകളാണ് ഇതിലൂടെ വികസിപ്പിക്കപ്പെടുക. ഇന്ത്യയും ഫ്രാൻസിലെ പ്രമുഖ എയറോസ്പേസ് കമ്പനിയായ സഫ്രാനും ചേർന്നാണ് ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റായ AMCAയ്ക്കായി അത്യാധുനിക ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുക. 120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ക്ലാസ് എഞ്ചിനാണ് ഫ്രാൻസിന്റെ സഹകരണത്തോടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇത് AMCAയ്ക്കും ഭാവിയിലെ മറ്റു യുദ്ധവിമാനങ്ങൾക്കും പ്രയോജനപ്പെടുത്താനാകും. ഈ പദ്ധതിക്ക് ഏകദേശം $7 ബില്യൺ അതായത് 61,000 കോടി രൂപയോളമാണ് ചെലവ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജെറ്റ് എഞ്ചിന്റെ വികസനത്തിനായി ഫ്രാൻസിലെ സാഫ്രാൻ കമ്പനി 100% സാങ്കേതിക കൈമാറ്റം നടത്താനാണ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അതിലൂടെ എഞ്ചിൻ നിർമ്മാണത്തിലെ മുഴുവൻ സാങ്കേതിക അറിവും ഇന്ത്യക്ക് ലഭ്യമാകും. അതിനാൽ ഭാവിയിലേക്കും ഇന്ത്യക്ക് ഈ പദ്ധതി ഉപകാരപ്രദമായി തീരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് ജെറ്റ് എഞ്ചിന്റെ നിർമ്മാണം നടക്കുക. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഹൊറിസോൺ 2047 സഹകരണത്തിന്റെ റോഡ് മാപ്പിന്റെ ഭാഗമായാണ് ഈ അത്യാധുനിക വിമാന എഞ്ചിൻ നിർമ്മാണത്തിന്റെ പദ്ധതിക്കായുള്ള ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDOയും സഫ്രാനും ചേർന്ന് ഇതിനായുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ രാജ്യം ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനാണ് മുൻഗണന. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ഇന്ത്യയിൽ എഞ്ചിൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു. യുദ്ധവിമാന എഞ്ചിന്റെ നിർമ്മാണം ഇന്ത്യയിൽ ഉടൻ ആരംഭിക്കും. ഫ്രാൻസുമായുള്ള സഹകരണം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവയ്പാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക തീരുവയുടെയും യൂറോപ്യൻ യൂണിയന്റെ പ്രതിരോധത്തിന്റെയും പശ്ചാത്തലത്തിൽ US-ന്റെ ജനറൽ ഇലക്ട്രിക്, UK-യുടെ റോൾസ് റോയ്സ് എന്നീ കമ്പനികളെ പിന്തള്ളിയാണ് ഇന്ത്യ ഫ്രാൻസിലെ സഫ്രാനെ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രധാന സ്ഥാപനമായി ബംഗളൂരു ആസ്ഥാനമായുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 5 പ്രോട്ടോടൈപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി 15,000 കോടി രൂപ അനുവദിച്ച് 1 വർഷത്തിലേറെ കാലം പിന്നിടുന്ന വേളയിലാണ് ഇതിന് ഇപ്പോൾ ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത ഉറപ്പിക്കുന്ന വലിയൊരു മുന്നേറ്റത്തെയാകും അടയാളപ്പെടുത്തുക. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായുള്ള എഞ്ചിൻ വികസനം കൂടാതെ വ്യോമസേന നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിലെ M88 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണിക്കും റിപ്പയറിനും ഓവർഹോളിനുമായി ഒരു പുതിയ MRO സൗകര്യം സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളിലും സഫ്രാൻ ഏർപ്പെട്ടു വരികയാണ്. ഹൈദരാബാദിൽ സാധ്യമാക്കുന്ന ഈ സൗകര്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണിക്കും പ്രയോജനപ്പെടുത്താനാകും വിധമാണ് സാധ്യമാക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.